ആ ഇറങ്ങിക്കോ. പേടിയൊന്നുമില്ലല്ലോ. ഗർഭസത്യാഗ്രഹം സിന്ദാബാദ് ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഏറ്റു വിളിക്കണം. ഗർഭസത്യാഗ്രഹോ? ആർക്കാണ് ഗർഭം? ഓ 10-20 കൊല്ലം മുമ്പുണ്ടായ ഗർഭം അല്ലേ? സോറി സോറി സോറി. നീ ഒന്നും മിണ്ടാതെ കൂടെ പോയച്ചാ മതി. അവിടെ ചെന്ന് അതും ഇതും പറഞ്ഞ കാര്യങ്ങൾ കുളവാക്കല്ലേ. വെരി കെയർഫുൾ ആയിട്ട് കാര്യങ്ങൾ വാച്ച് ചെയ്ത് ഞാൻ സൈലന്റ് ആയിട്ട് നിന്നോളാം. കമാൻ. ആനിക്കൊച്ചിന്റെ തന്ത താനാണെന്ന് കുട്ടപ്പായി മുതലാളി സമ്മതിച്ച പിന്നത്തെ കാര്യം അന്തപ്പനേറ്റ്. ഹോ, ലക്ഷക്കണക്കിന് സ്വത്തിന്റെ അവകാശിയാവാൻ പോവല്ലേ ആനിക്കൊച്ചി. ഇത് കണ്ട ഇനി ആനിക്കൊച്ചി താമസിക്കാൻ പോണ ഭവനമാണ് ഈ കാണുന്നത്. ചെല്ലി 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 ചെല്ലി. അന്തപ്പം വരുന്നില്ലേ? ഹേ, അന്തപ്പൻ ഇവിടെ നിക്കാം. എന്തേലും കശപിശ അവിടെ ഉണ്ടായാലുണ്ടല്ല, അന്തപ്പ എന്നൊരു വിളി വിളിച്ചാ മതി. വിളിച്ച് തീരുന്നതിന് മുമ്പ് അന്തപ്പൻ അവിടെ എത്തി. ചെല്ലി ചെല്ലി ചെല്ലി. അല്ല, ആരാ? എന്റെ പേര് ദീനാമ. ഇതെന്റെ മോളാ ആനി. കുട്ടപ്പായി മുതലാളി ഒന്ന് കാണാൻ വന്നതാ. ഓ, മോളെ കെട്ടിക്കാൻ സഹായം ചോദിച്ചു വന്നായിരിക്കും. അവനിവിടെ ഇല്ലല്ലോ. എടി വത്സമ്മേ, 10-100 രൂപയുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ട് കൊടുക്ക്. മോളെ കെട്ടിക്കാൻ പിച്ചക്കാശ് ചോദിച്ചു വന്നതല്ല ഞാൻ. അവളെ ഇവിടെ നിർത്തിട്ട് പോകാൻ വന്നതാ. ഇവിടെ നിർത്താനോ? അതെ, ഇവിടെ അപ്പന്റെ വീട്ടിലല്ലാതെ പിന്നെ എവിടെ ഇവിടെ നിൽക്കേണ്ടത്? പള്ളിയും പട്ടക്കാരനും അറിഞ്ഞ് അവൻ താലി കെട്ടിക്കൊണ്ടുവന്നോൾ ഇവിടെ ഉണ്ട്. അവന്റെ സ്വത്തും പണവും മോഹിച്ച് മണിമാളിക പൊറുക്കാന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ടതായിരിക്കും. ആരുടെയും കെട്ടുതാലി പൊട്ടിക്കാനും മണിമാളിക താമസിക്കാനും അല്ല ഞങ്ങളോട് വന്നത്. എന്റെ മോക്കൊരു ജീവിതം വേണം. അവളുടെ തന്ത വലിയ പ്രമാണിയായിട്ട് ഇവിടെ വാഴുമ്പോ ഇത്രയും കാലം ഒരു അനാഥ പെണ്ണിനെ പോലെയാണ് എന്റെ മോള് കഴിഞ്ഞത്. ഇറങ്ങി പോകുന്നുണ്ടോ നീ? അപ്പന്റെ വീട്ടിൽ താമസിക്കാൻ വന്നിരിക്കുന്നു. ആ തിരുമോന്ത കണ്ടാൽ അറിയാം മറ്റേനവാന്ന്. കണ്ടവന്റെ പുറകെ ഓടി നടന്ന ആരാന്റെ കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ അവകാശം ചോദിക്കാൻ വന്നിരിക്കുന്നു. ഇറങ്ങടി, ഇല്ലെങ്കിൽ ചൂലെടുത്തിയ മോത്തടിക്കും. ഇറങ്ങാൻ. നിന്നെ എന്നാത്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? നിങ്ങളുടെ മോളെ ഏൽപ്പിക്കാൻ വന്നതാ. മോളോ? അതൊരു പുതിയ അറിവാണല്ലോ. ഓ, അത് ശരി. കാഞ്ഞിരപ്പള്ളിയിലെ സണ്ണിപ്പൈതലിന്റെ പുതിയ നമ്പറാണല്ലേ? കൊള്ളാം. മാന്യന്മാരെ നാട്ടിച്ചേ അടങ്ങത്തുള്ളൂ അല്ലേടാ? ഓ, മാന്യത. മാന്യതയുടെ കാര്യമൊന്നും അധികം വിളമ്പണ്ട. തന്റെ മാന്യത തൽസ്വരൂപമാണല്ലോ ഈ നിൽക്കുന്നത്. ഇവളെ പോലെ അത്ര ആനിമാർ അപ്പാന്ന് വിളിച്ച് വരാൻ കിടക്കുന്നുണ്ടാവും. ഇവളെന്റെ മോളാന്ന് എന്നാ തെളിവ്? എടോ, തള്ള ചൂണ്ടിക്കാണിക്കുന്ന ഏതൊരു കൊച്ചിനും തന്ത, അത് തന്നെ തെളിവ്. എന്നാ തെളിയിക്കടാ. പുതിയൊരു ഇറക്കുമതിയെ കൊണ്ട് വന്നിരിക്കുന്നു. നിങ്ങൾ വണ്ടി കയറി പോകല്ലേ. വാട്ടി കഴിവറട മോളെ. കാഞ്ഞിരപ്പള്ളിക്കാർ ഏതാണ്ട് ഒലത്തു എന്ന് പറഞ്ഞപ്പോ നീയും മോളും എന്നെ പരസ്യമായി നാറ്റിക്കാറങ്ങി അല്ലടി. മിണ്ടിപ്പോകരുത്. കുട്ടപ്പായുടെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. 10-20 കൊല്ലം തന്തയില്ലാതെ വളർന്ന പൊന്നുമോക്ക് തന്ത ഉണ്ടാക്കാനോ അതോ പണം ഉണ്ടാക്കാനോ? എന്താണ് ഇതിന്റെ ഉദ്ദേശം? അവന്മാരുടെ കൂടെ നിന്ന് കളി തുടരാനാണ് ഭാവമെങ്കിൽ താമസിയാതെ കോലഞ്ചേരി പുഴയിൽ 2 ശവം കൂടെ ഒഴുകും. മാനഹാനി മൂലം ആത്മഹത്യ ചെയ്ത അമ്മയും മോളും എന്ന് പോലീസ് മഹസർ എഴുതും. മനസ്സിലായോടി? ഇരുവിഭാഗങ്ങളുടെയും വാദങ്ങളും സാക്ഷികളുടെ മൊഴികളും നൽകപ്പെട്ട തെളിവുകളും സശ്രദ്ധം പഠിച്ച കോടതി ആനി കുട്ടപ്പായ്ക്ക് ദീനാമയിൽ ജനിച്ച മകളാണെന്നുള്ളത് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മെയിന്റനൻസ് കേസ് നിലനിൽക്കുന്നതല്ല എന്ന് കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. ഹെൻസ് ദ കേസ് ഇസ് ഡിസ്മിസ്ഡ്. എന്ത് പറ്റി കാഞ്ഞിരപ്പള്ളിക്കാരൻ പൈതൽ? ഹലോ, കാണാം. ഇപ്പോ ആലോചിക്കുമ്പോ തോന്നുക ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന്. നമുക്കിവിടെ വിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റി. പുറത്തേക്ക് ഇറങ്ങിയാൽ ആളുകളുടെ ഒരുതരം നോട്ടവും സംസാരവും. എവിടെ പോയാലും നിനക്ക് അമ്മയോടുള്ള ദേഷ്യം ഇല്ലാണ്ടാവുമോ? മകളുടെ മുഖത്ത് കരിവാരി തേച്ച ഒരമ്മ.
നിങ്ങളുടെയൊക്കെ കുടുംബപ്പോര് തീർക്കാൻ ഞാനും എന്റെ മോളും ഒരു കരുവായി. പോന്നപ്പോ ഒരു മുഴം കയറോട് കൊണ്ടുവരായിരുന്നില്ലേ? 18 കൊല്ലം ഞാൻ എന്റെ മോളെ ഈ മണ്ണിൽ ചീത്തപ്പേരില്ലാതെ വളർത്തി. ഇന്നു മുതൽ ഈ തള്ളയും മോളും ആരാ? പഴിച്ചവളും പഴിച്ചു പറ്റവളും. എനിക്കൊരു തെറ്റുപറ്റി, ക്ഷമിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾ എന്തു പറഞ്ഞാലും എനിക്ക് പൊറുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അറുപ്പും വെറുപ്പുമാണ് കാഞ്ഞിരപ്പള്ളിക്കാരുടെ എനിക്ക്. കല്ലൂക്കാരന്മാരെ എന്റെ ജീവിതം തകർത്തപ്പോ നിങ്ങൾ ചവിട്ടി തേച്ചത് എന്റെ കുഞ്ഞിന്റെ ജീവിതമാണ്. നിങ്ങൾ എന്തോ ജീവിതം തേച്ചെന്നേ പറയുന്നേ? കൊണ്ട് കേസ് കൊടു. അല്ല പിന്നെ എനിക്കിതിൽ കൂടുതൽ ഭംഗിയായ ഭാഷയിൽ ക്ഷമ പറയാൻ അറിയില്ല. എത്ര നിസ്സാരെ സണ്ണിച്ചിന് പറഞ്ഞൊഴിയാൻ കഴിഞ്ഞു. ഇനി ഈ തള്ളയ്ക്ക് മോൾക്ക് എന്തുണ്ട് പ്രതീക്ഷിക്കാനെന്ന് ഒരു വട്ടമെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു. ഇടമജി, സന്നിച്ച നേരിട് കാണിച്ചിട്ടില്ല, ഇനിയോട്ട് കാണിക്കുകയില്ല. കല്ലൂക്കാരന്മാർക്കിട്ട് വെടിപൊട്ടിക്കണമെന്ന് കൂടെ കരുതിയ നിങ്ങളെ കോടതി കയറ്റിയത്. അതിലൂടെ നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാവട്ടെ എന്നും ആഗ്രഹിച്ചു. പക്ഷേ ആ കണക്ക് തെറ്റിയപ്പോ മനസ്സ് വേദനിച്ചത് നിങ്ങളെ മാത്രമല്ല, ഞാൻ മൂലം ആരും കരയുന്നത് എനിക്കിഷ്ടമല്ല. അനി, ഇതൊരു ഔദാര്യവാക്കല്ല. നിനക്കിഷ്ടമാണെങ്കിൽ ഈ നിമിഷം മുതൽ നീ എന്റെ പെണ്ണ. നാട്ടുകാരുടെ മുമ്പിൽ ദുഷ്പേരുകാരിയായ നിന്നെ ഞാൻ കിട്ടും. കുട്ടപ്പായിയെ നാറ്റിക്കാൻ കൊണ്ടുവന്ന വിഴുപ്പിനെ തന്നെ ചുമക്കുക. കൊള്ളാം, ആദർശവാദി. എന്നാ പിന്നെ ഒരു സമൂഹ വിവാഹ ചടങ്ങിൽ വെച്ച് തന്നെ ആയിക്കൊണ്ടാ പത്രത്തിൽ പടം വരും. ഞാൻ കാരണം ഒരു പെണ്ണിന്റെ ജീവിതം തരാൻ പാടില്ല. ഓ, അത്രയ്ക്ക് ത്യാഗം ചെയ്യാൻ നീ ആര് പുണ്യാളച്ചനോ? പിഴച്ച പെണ്ണുങ്ങൾ വേറെ നാട്ടിലുണ്ട്, നീ ചെന്ന് അവരുടെ മക്കളെ കെട്ട്. അപ്പച്ച, സണ്ണിച്ചായം കാരണം തള്ളയും മോളും കുട്ടപ്പായിക്കാരെ കേസ് കൊടുത്ത്. കേസ് ഒട്ട് ജയിച്ചില്ല. അവർക്കാണെങ്കിൽ നാണക്കേടോട് പുറത്തിറങ്ങാൻ വയ്യ. ഓടാ, നിന്നെ ആരും കൊണ്ട് വിളിച്ചില്ലല്ലോ. ചേട്ടന് വെക്കാലത്ത് പറയാ ഒരു പോലീസ് അരിയെ മന്ത്രിക്കുന്നു. എന്റെ കൊക്കിന് മോള് ജീവനോടത്തോളം കാലം ഈ കല്യാണം നടക്കില്ലടാ. അഥവാ അങ്ങനെ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ ആ നിമിഷം ഈ വീടിനെ പണിക്ക് പുറത്തിറങ്ങിക്കോണം. നിങ്ങൾ എന്നതായി പറയുന്നത്? കല്യാണ കാര്യത്തിലെങ്കിലും പിള്ളേരുടെ ഇഷ്ടം കൂടെ നോക്കണ്ടേ? ദേവച്ചന്റെ കാര്യത്തിലൊന്നും ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല. ഇനി സണ്ണച്ചനെ കൂടെ ഇവിടുന്ന് ഇറക്കി വിടണോ? നീ ഒരുത്തിയാണ് ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നത്. ഇവന്റെ ചേട്ടന്റെ പുറകെ പോകാൻ ഇഷ്ടമെങ്കിൽ ഇവനും പോട്ടടി. ചായ, നമുക്ക് മാർഗം ഉണ്ടാക്കാം. ഞാൻ പള്ളി വരെ ചെന്ന് അച്ഛനുമായിട്ടും സംസാരിക്കാം. അച്ഛൻ പറഞ്ഞ അപ്പച്ചനെതിര് പറയത്തില്ല. ആ